ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനിയിപ്പോ അതിനൊരു തടസ്സം നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവൾ അതിനെ പോയിക്കോട്ടെ. താൻ ആ ഫോണിങ്ങൊന്നെടുത്ത്. ആരെ വിളിക്കാനാ? എടുക്ക്. ഞാനിനി ഒരിക്കലും ഒരു വാക്കുകൊണ്ട് പോലും ചേച്ചിയെ വേദനിപ്പിക്കില്ല. അയ്യോ മോളെ, എന്നോട് പൊറുക്ക്. എന്നെ ശപിക്കല്ലേ ചേച്ചി. ചേച്ചി കഴിക്കാം. രാധികേ, താൻ ഉറങ്ങിയല്ലേ? ഇല്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. മനസ്സ് മുഴുവൻ അവള. നമ്മൾ ചെയ്തത് വലിയൊരു തെറ്റല്ല. പാവം അച്ഛനും അമ്മയും അവളില്ലാതായത് പോലും അറിയാതെ കിടന്നുറങ്ങുക. എടോ രാധിക, നമുക്കത് മറച്ചു വയ്ക്കേണ്ടി വന്നത് അച്ഛൻ്റെ കണ്ടീഷൻ കൊണ്ടല്ലേ? പ്രിയങ്കയുടെ മരണ വാർത്ത അറിഞ്ഞ പിന്നെ അച്ഛനുണ്ടാവോ? നമുക്കെല്ലാവർക്കും കുറ്റബോധമുണ്ട്. പക്ഷെ നമ്മുടെ കുറ്റബോധം അച്ഛൻ സത്യം അറിയാനുള്ള കാരണമാവരുത്. എടോ, തന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒക്കെ എന്തെങ്കിലും സംശയം തോന്നിയാൽ? ഇതുവരെയില്ല. പക്ഷെ എത്ര സമയം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന എനിക്കറിയില്ല. പോലീസുകാർക്കൊക്കെ സത്യം അറിയാലോ. അവര് പുറത്തു അറിയില്ലേ? കണിമംഗലത്ത് അറിയിക്കില്ലേ? ആറ്റുശ്ശേരിയിൽ അറിയിക്കില്ലേ? രാധിക, അച്ഛൻ്റെ കണ്ടീഷൻ നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവരത് ചെയ്യില്ല. അച്ഛനൊന്ന് ബെറ്റർ ആവട്ടെടോ. അച്ഛനോട് എന്തായാലും പറഞ്ഞേ പറ്റൂ. അത് ചെറിയച്ഛനെയും ഏട്ടനെയും കൂട്ടി ഒന്നിച്ചിരുന്ന് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം. അവളെന്നെ കൊല്ലാനുള്ള കലിയോട് നടക്കായിരുന്നു. പക്ഷെ ഇതിങ്ങനെ അവസാനിച്ചു പോകുന്നു ഞാൻ കരുതിയില്ല. ഞാനും അവളെ വെറുത്തിട്ടുണ്ട്. ഈ ഭൂമിയിൽ മറ്റാര് വെറുക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ അവളെ വെറുത്തിട്ടുണ്ട്. പക്ഷെ ഈ ദുരന്തം ഞാനും ആഗ്രഹിച്ചല്ല. ചിലപ്പോ മുമ്പ് പോയതുപോലെ ഏതെങ്കിലും സിനിമയുടെ കാര്യത്തിന് ആരുടെങ്കിലും കൂടെ പോയതായിരിക്കാം എന്നാ കരുതിയത്. കൊണ്ടുപോയവര് ചതിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഒരു ചിന്തയല്ലാതെ വേറൊന്നും മനസ്സിൽ തോന്നുന്നില്ല. അല്ല എടോ, താനെന്തെങ്കിലും കഴിച്ചോ? വേണ്ട, എനിക്കറിഞ്ഞില്ല. എപ്പോഴെങ്കിലും മനസ്സ് കൈവിട്ട് പോകുമെന്ന് തോന്നിപ്പോയാല് താൻ എന്നെ വിളിച്ചാൽ മതി. പറഞ്ഞത് കേട്ടോ? അതെ, താനൊന്ന് കുറച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. അപ്പൊ ഇത്രയെങ്കിലും സ്വസ്ഥത കിട്ടും. ഫോൺ വെച്ചോ?
ഈശ്വര, അച്ഛന് നല്ലതിന് വേണ്ടി ചെയ്തു പോയതാ. എന്നെ ക്ഷമിക്കല്ലേ. ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ല. എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരുകയായിരുന്നു. എന്റെ അവസ്ഥ അത് തന്നെയാ. കണ്ണടച്ച എന്തൊക്കെയോ കാഴ്ചകൾ. എങ്ങനെയെങ്കിലും ഒന്ന് നേരം വിളിപ്പിച്ചാൽ മതിയെന്നായിരുന്നു. യശോദേ, രാധികമോൾക്ക് നല്ല വിഷമമുണ്ടല്ലേ? ഏയ്, അത് ദേവേട്ടന്റെ വെറും തോന്നല. അസുഖം മാറി ഇനി വീട്ടിൽ പോയിക്കൊന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും എന്തോ ഒരു ആപത്തിന്റെ സൂചന മനസ്സിലിങ്ങനെ കിടക്കുക. എഴുന്നേറ്റ ഉടനെ വരുണിനെയും രാധികയെ ഒന്നിച്ചു ചേർക്കണമെന്ന് മനസ്സിൽ തീരുമാനിച്ചിരുന്നു. പക്ഷെ അത് നടന്നതുമില്ല. എനിക്ക് യാത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടില്ല. നമുക്ക് കണിമംഗലത്ത് വരുന്ന പോയാലോ? ഈ അവസ്ഥയിലോ? എന്താ ദേവേട്ട ഈ പറയുന്നേ? പോണം. പരമേശ്വരൻ സാറിനെയും പത്മിനിയൊക്കെ കണ്ട് കല്യാണ ദിവസം നമ്മുടെ ഭാഗത്ത് നിന്ന് വന്ന പിഴവുകളൊക്കെ പറയണം. എന്നിട്ട് അവരെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിച്ച് നമ്മുടെ അമ്പലത്തിൽ വെച്ച് ഒരു ചെറിയ ചടങ്ങ് അവരെ ഒന്നിച്ചു ചേർക്കണം. പ്രേമോടെ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും അത് ചെയ്യണം. അവളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. അവള് സിനിമയിൽ അഭിനയിക്കണമെന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോ അത് നമ്മൾ തടഞ്ഞു. അവളുടെ മനസ്സ് മുഴുവൻ അതല്ലേ. ഇനിയിപ്പോ അതിനൊരു തടസ്സം നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവൾ അതിനെ പോയിക്കോട്ടെ. താൻ ആ ഫോണിങ്ങൊന്നെടുത്ത്. ആരെ വിളിക്കാനാ? എടുക്ക്.